അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായിട്ട് ഈ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ പുണ്യമായ ഹദീസുകൾ പഠിക്കുകയും കേൾക്കുകയും ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവസാന സമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ റഫഅഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ അമില ആദമിയുൻ അമലുൻ അൻജാ ലഹു മിൻ അദാബി മിൻ ദിക്രില്ലാഹി തആല ഖീല വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാഹി ഇല്ലാ അൻ യദ്രിബ ബിസൈഫിഹി ഹത്താ യൻഖതിഅ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അള്ളാഹുവിൻ്റെ ദിക്റിനേക്കാൾ മഹത്തരമായ മറ്റൊന്നുമില്ലെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യം ദിക്റല്ലാതെ മറ്റൊന്നുമില്ല, അതിനേക്കാളും ഉയർന്ന ഒന്നുമില്ല എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ. ദിക്റിൻ്റെ മഹത്വമാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ജിഹാദിനേക്കാൾ മഹത്തരമല്ലേ ജിഹാദ്? ഇതിനേക്കാൾ ദിക്റിനേക്കാൾ ഏറ്റവും വലിയ മഹത്വമല്ലേ ജിഹാദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന വിഷയത്തിൽ ജിഹാദും ദിക്റിനേക്കാൾ മഹത്തരമല്ല. എന്നാൽ ഒരു മനുഷ്യൻ വാള് പൊട്ടുന്നതുവരെ ശക്തമായി പോരാടുന്ന നിലയിൽ ധീരതയോടെ ജിഹാദ് ചെയ്താൽ ഒഴികെ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു. ദിക്ർ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന വലിയൊരു കാര്യമാണ്. സ്വഹാബികൾ അവിടെ നിന്ന് ചോദിച്ചു, നബിയെ, ജിഹാദോ? ജിഹാദും ചില സമയത്ത് ജിഹാദിനെക്കാളും ദിക്റിന് വല്ലാത്ത മഹത്വം വരും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, തൻ്റെ വാൾ ഒടിയുന്നത് വരെ ഒരു മനുഷ്യന് കഠിനമായി അവിടെ നിന്ന് യുദ്ധം ചെയ്ത് ഷഹീദായ മനുഷ്യൻ ഒഴികെ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുക, ദിക്റുകൾ പറയുക, അതിൻ്റെ മഹത്വമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രയും മഹത്വമാണ് അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക എന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അന ഇൻദ ظن عبدي بي وانا معه اذا ذكرني فان ذكرني في نفسه ذكرته في نفسه وان ذكرني في ملأ ذكرته في ملأ خير منهم واذا تقرب الي شبرا تقربت اليه ذراعا وان تقرب الي ذراعا كبرت اليه باعا وان آتاني يمشي أتيته هرولا. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മുത്തുനബി അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അള്ളാഹു പറയുന്നു, ഞാൻ എൻ്റെ ദാസനോട് അവൻ എന്നെപ്പറ്റി എപ്രകാരം വിചാരിക്കുന്നുവോ അപ്രകാരം തന്നെ ഞാൻ പെരുമാറുന്നത്. ഒരടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അവനോട് തിരിച്ചു പെരുമാറും. അവൻ എന്നെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. എന്നെക്കുറിച്ചൊരു അടിമ എപ്പോഴെല്ലാം ഓർക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. അവൻ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഒരു മനുഷ്യൻ എന്നെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ഞാനും അവനെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നതാണ്. ഇനി അവൻ ഒരു സംഘത്തിൽ വെച്ച് എന്നെ ഓർക്കുകയാണെങ്കിൽ ആ സംഘത്തെക്കാൾ ശ്രേഷ്ഠമായ, അതായത് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ പറ്റി പറയുന്നതാണ് എന്ന് മഹാനായി നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരുടെ ഒരു സംഘം ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അള്ളാഹു പറയുന്നത് പടച്ചവൻ നാളെ മലക്കുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഒരു പാവം പോലും ചെയ്യാത്ത മലക്കുകൾ, ആ മലക്കുകളുടെ മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്നതാണ് എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഒരു ചാണടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മുഴമടുക്കുന്നതാണ്. ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു മുഴമെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഒരു മാറടുക്കുന്നതാണ്. ഇനി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്നു വരികയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് ഓടിപ്പോകുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഏതൊരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ കാരണമായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നുവോ അതിനേക്കാൾ അധികരിച്ച സഹായവും കാരുണ്യവുമായിട്ട് അള്ളാഹു അവനിലേക്ക് അടുക്കുമെന്ന, അവൻ്റെ കൈ ഞാനാകും, അവൻ്റെ കണ്ണ് ഞാനാകും, അവനിലേക്ക് ഞാൻ ഓടും, അവനിലേക്ക് ഞാൻ അടുക്കുമെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുമ്പോൾ, ദിക്റുകളും നല്ല കാര്യങ്ങളും ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കണ്ണുകൊണ്ട് അവൻ ഹറാമ് കാണുന്നൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിനിലേക്ക് അടുക്കുകയാണ്. അത്രയും പടച്ചവനുമായിട്ടുള്ള ഒരു സാമീപ്യം അൽഹംദുലില്ലാ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈ ദിക്റുകൾ പറയുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നതിലൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ മഹത്വമേറിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഔലിയാക്കന്മാർ, മഹത്തുക്കൾ, ആരിഫീങ്ങൾ, അവരൊക്കെ അള്ളാഹുവിലേക്ക് ഇത്രയും അടുത്തിരുന്നത് ഈ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൽ കൊണ്ടും അദ്കാറുകൾ ചെയ്യലുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിഞ്ഞതുകൊണ്ടാണ്. ഇവരൊക്കെ വലിയ വലിയ തലങ്ങളിലേക്കും മഹത്വമേറിയ, ആദരിക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടിയ വലിയ വലിയ മഹത്തുക്കൾ, ഔലിയാക്കന്മാർ, സ്വയ്യിദന്മാർ എന്ന ആ പദവിയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ നമുക്ക് കഴിയണം. ദിക്റുകൾ അമിതമായി പറയണം. ആ ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും ഒരുപാട് ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ദിക്റുകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏറ്റവും മീസാൻ എന്ന ത്രാസിൽ നിറയ്ക്കുന്ന ഏറ്റവും മഹത്വമേറിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ജിദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം. ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈമാനെ നിങ്ങൾ പുതുക്കണേ എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അമിതമായി ദിക്റുകൾ പറ. അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയണം. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, രോഗികളായി കിടക്കുന്നവർ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ജോലിയില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് പേര് പല പല പ്രയാസങ്ങളിൽ കഴിയുന്നവർ, കരുണക്കടലായ അള്ളാഹുവേ, നീ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ. പടച്ചവനെ, സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാ, എല്ലാവർക്കും നീ നല്ല ജീവിതം നൽകണേ. പടച്ചവനെ, അള്ളാഹുവേ, പടച്ചവനെ, റബ്ബേ, ഇത് ആത്മാർത്ഥമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ, അറിയുന്ന ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ അൽഹംദുലില്ലാ ഈ ക്ലാസ് എത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ. തമ്പുരാനെ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തി ദുആ ചെയ്യണം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.